അപ്പോൾ നമ്മൾ ഇനി +2 ചാപ്റ്റേഴ്സാണ് എടുക്കാൻ പോകുന്നത്. +2 ഇംഗ്ലീഷ് സെക്കൻഡ് മോഡ്യൂൾ ഫസ്റ്റിലെ ESP റിസപ്ഷനിസ്റ്റ് എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ചെറിയൊരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 26 ദ റിസപ്ഷൻ ഡെസ്ക് ആൻഡ് യു, അതായത് റിസപ്ഷൻ ഡെസ്കും നമ്മൾ തമ്മിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അതാണ് നമ്മൾ ചാപ്റ്റർ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, 6 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ, ഈ ചാപ്റ്ററിലാകെ വരുന്നത്. ഹു ഈസ് ദ ഇമ്പോർട്ടൻറ്റ് മെമ്പർ ഓഫ് ആൻ ഓർഗനൈസേഷൻ, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മെമ്പർ ആരെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ, ദ റിസപ്ഷനിസ്റ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് മെമ്പർ ഓഫ് ആൻ ഓർഗനൈസേഷൻ, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്പർ എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് മേക്സ് ദ റിസപ്ഷൻ ഡെസ്ക് ദ ഫോക്കൽ പോയിന്റ് ഓഫ് എനി ഓർഗനൈസേഷൻ, അതായത് ഒരു ഈ ഓർഗനൈസേഷൻ്റെ ഫോക്കൽ പോയിന്റ്, അതായത് മെയിൻ പോയിന്റ് എങ്ങനെയാണ് റിസപ്ഷനിസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ റിസപ്ഷൻ ആവുന്നത് എന്നാണ് ചോദ്യം. ആൻസർ, ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഹാസ് എ ഡയറക്റ്റ് ആൻഡ് പേഴ്സണൽ കോൺടാക്ട് വിത്ത് ഓൾ ഗസ്റ്റ് ആൻഡ് വിസിറ്റേഴ്സ്. ബിക്കോസ് ഓഫ് ദിസ് ദ റിസപ്ഷൻ ഡെസ്ക് ഈസ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് എനി ഓർഗനൈസേഷൻ, അതായത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, അതായത് മുന്നിലിരിക്കുന്ന ഓഫീസിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന സ്റ്റാഫ്സുമായിട്ടായിരിക്കും നമുക്ക് എങ്ങനെ കൂടുതൽ ഡയറക്റ്റ് ആൻഡ് പേഴ്സണൽ കോണ്ടാക്ട്, അതായത് ഗസ്റ്റുകളുമായിട്ട് ഡയറക്റ്റ് നേരിട്ടും പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടും ഒരു കോണ്ടാക്റ്റ് വെക്കുക എന്നുള്ളത് ഈ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന റിസപ്ഷനിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സുമായിട്ടൊരു ഒരു കോണ്ടാക്റ്റ് വെക്കുന്നതിനെ കൊണ്ട് തന്നെ ഈ ഓർഗനൈസേഷൻ്റെ ഒരു ഫോക്കൽ പോയിന്റ് അല്ലെങ്കിൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ റിസപ്ഷനായി മാറുകയാണ്. നമ്പർ 3 ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ സം ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ആൻസർ, സം ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ആർ, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് പറയാം. എ, വെൽക്കം ദ ഗസ്റ്റ് ഓർ വിസിറ്റേഴ്സ് ആൻഡ് ഓഫർ ദം ഹെൽപ്പ്, അതായത് വരുന്ന ഗസ്റ്റിനെ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെ വെൽക്കം ചെയ്യുകയും അവർക്ക് ഹെൽപ്പ് എന്തെങ്കിലും വേണോ എന്ന് ഓഫർ ചെയ്യുകയും ചെയ്യുന്നു. ആൻസർ, ടെലിഫോൺ കോൾസ് എഫക്റ്റീവ്ലി, വരുന്ന കോൾസ് എഫക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യുക. ടേക്ക് ഡൗൺ മെസ്സേജസ് ലെഫ്റ്റ് ബൈ വിസിറ്റേഴ്സ് ആൻഡ് കോളേഴ്സ് ആൻഡ് പാസ് ദം ഓൺ ടു ദ റൈറ്റ് പേഴ്സൺ ആസ് സൂൺ ആസ് പോസിബിൾ, അതായത് വിസിറ്റേഴ്സോ ഗസ്റ്റുകളോ തരുന്ന മെസ്സേജുകൾ അവർ പറയുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കുക. അറ്റൻഡ് ടു റൊട്ടീൻ എൻക്വയറീസ്, അതായത് ദിവസേനയുള്ള എൻക്വയറീസ് അറ്റൻഡ് ചെയ്യുക. ഹെൽപ്പ് ദ ഗസ്റ്റ് ഓർ വിസിറ്റേഴ്സ് വിത്ത് എനി എൻക്വയറീസ് ഓർ പ്രോബ്ലംസ് ദാറ്റ് മേ അറൈസ്, അതായത് ഗസ്റ്റുകൾക്കും വിസിറ്റേഴ്സിനും വരുന്ന എന്ത് സഹായങ്ങൾ വേണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക, അവരെ സഹായിക്കുക. Question number 4, write down the items a receptionist must keep on her desk to do her work effectively, അതായത് അവരുടെ വർക്ക് എഫക്റ്റീവായി ചെയ്യാൻ അവരെന്തൊക്കെ കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ആവശ്യം വെക്കേണ്ടതെന്നാണ് ചോദ്യം. ആൻസർ, the receptionist should keep the following items on her desk to do her work effectively, അതായത് താഴെ പറയുന്ന കുറച്ച് അധികം സാധനങ്ങളാണ് ഒരു റിസപ്ഷനിസ്റ്റ് അവരുടെ ജോലി എഫക്റ്റീവായി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. A telephone directory. B, an index book of telephone numbers frequently used, അതായത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് ഫോൺ നമ്പേഴ്സ് അത്യാവശ്യമുള്ള. ഇൻഫർമേഷൻ അബൌട്ട് പ്ലേസസ് ഓഫ് ടൂറിസ്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ലോക്കൽ സൈറ്റ് സീയിങ് ടൂർസ്, അതായത് ടൂറുകാർക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് ആവശ്യം, അതായത് അവരുടെ സ്ഥലം ലൊക്കേഷൻ അനുസരിച്ചുള്ള അവിടെ അടുത്തുള്ള പ്ലേസുകൾ ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. റെയിൽവേ ടൈം ടേബിൾ. ആൻഡ് ഇന്റേണൽ ടെലിഫോൺ ഡയറക്ടറി. Flight schedules. Forms and brochures like reservation voucher, see from etc. An office receptionist will also need, അതായത് ഫോമുകൾ അതേപോലെ ബ്രോഷേഴ്സ് അതൊക്കെയാണ് കയ്യിൽ വെക്കേണ്ടത്. റിസർവേഷൻ വൗച്ചർ ഇതൊക്കെ കയ്യിൽ വെക്കണം. A register of കോളേഴ്സിൻ്റെ രജിസ്റ്റർ. An appointment diary. A list of staff on leave or tour, ടൂറിലുള്ള ലീവ് സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ ലീവിലുള്ള സ്റ്റാഫുകളുടെ വിവരങ്ങൾ. Question number 5, what are the main requirement of a receptionist job? മെയിനായിട്ട് വരുന്ന റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ് റിസപ്ഷനിസ്റ്റ് ജോബിൻ്റെ എന്നാണ് ചോദ്യം. ആൻസർ, courtesy and good manners are the 2 prime requirement of a receptionist job, അതായത് ഒരു റിസപ്ഷനിസ്റ്റിന് വേണ്ടത് മര്യാദ, അതേപോലെ മാനേഴ്സ്, എവിടെ എന്തൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് അറിയാമെന്നുള്ള ഒരു ബോധം, ഇത് രണ്ടുമാണ്. മാനേഴ്സും മര്യാദയും അതേപോലെ മാനേഴ്സും കീപ്പ് ചെയ്യുകയാണ് 2 പ്രൈം റിക്വയർമെൻറ്റ്, അതായത് റിസപ്ഷനിസ്റ്റ് വേണ്ട 2 പ്രൈം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഹൗ ഷുഡ് എ റിസപ്ഷനിസ്റ്റ് ബിഹേവ് വിത്ത് വിസിറ്റേഴ്സ്, എങ്ങനെയൊക്കെ വരുന്ന ഗസ്റ്റിനോട് അല്ലെങ്കിൽ വിസിറ്റേഴ്സിനോട് റിസപ്ഷനിസ്റ്റ് പെരുമാറണം.
ആൻസർ, ദ ഗസ്റ്റ് ആൻഡ് വിസിറ്റേഴ്സ് ഷുഡ് ബി ട്രീറ്റഡ് കോർട്ടസ്ലി ആൻഡ് ഡിപ്ലോമാറ്റിക്കലി ബൈ എ റിസപ്ഷനിസ്റ്റ്. അതായത് ഒരു വരുന്ന വിസിറ്റേഴ്സിനെ വളരെ വിനയത്തോടു കൂടെയും മര്യാദയോടുകൂടെയും ട്രീറ്റ് ചെയ്യണം ഒരു റിസപ്ഷനിസ്റ്റ്. ഇതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്റർ ദി റിസപ്ഷൻ ഡെസ്ക് ആൻഡ് യു എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ചെറിയൊരു ചാപ്റ്റർ വരുന്നത്, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്